പ്രവർത്തകരാണ് ഇവരൊക്കെ. അവരെല്ലാം കാത്തു നിൽക്കുന്ന ഇനിയുള്ള ട്രാക്ക് എൻട്രിക്കും അത് കഴിഞ്ഞുള്ള ആ വലിയ മാസ്റ്ററിൽ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് ആ മാസ്റ്ററിൽ. അതിനൊക്കെ വേണ്ടി ഈ ആൾക്കൂട്ടം മുഴുവൻ കാത്തു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും വലിയ ഒരു ആവേശത്തിനെ ഇളക്കിക്കൊണ്ടാണ് പടിഞ്ഞാറ് അറബിക്കടലാണെങ്കിൽ കിഴക്ക് വേമ്പനാട്ട് കായൽ പുന്നമടക്കായലാണ് ഈ കിടക്കുന്നത്. ഇവിടെ മനോഹരമായ രീതിയിൽ ഒരു $4 days ago. Okay, so you came for this Valangali? No, I've been 4 times before, but I've missed it. I read in the newspaper on today. I came from Fort Cochin. And you're enjoying it to the most, right? Yeah, it's amazing. Yeah, had a great Has time. it started? No, it hasn't started, the main race. No. The main event will be starting in some 45 minutes or something. How long does the race go for, the main one? There are heats first, then after the final will happen. So you have to be here till some 5:30. So have a great time. Enjoy. Thank you. എല്ലാവരും ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം വള്ളംകളി പല ഘട്ടങ്ങളിലായി മാറ്റിവെച്ചിരുന്നു. ജലമേള തുടർച്ചയായി നടത്താൻ കഴിയാത്ത ഒരു കാലാവസ്ഥാ പ്രതിസന്ധികൾക്ക് വന്നു. പക്ഷെ അപ്പോൾ പോലും ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ചു നിൽക്കുന്ന ഒന്നാണ് ആലപ്പുഴയുടെ നെഹ്റു ട്രോഫി ജലമേള എന്നതാണ്. ഇപ്പോഴും ആ ഒരു ടൈമിങ്ങിൽ ടൈമിങ്ങിൽ ഒരു അല്ലെങ്കിൽ ഡിലേ വന്നപ്പോൾ പോലും വിദേശികൾ തപ്പിപ്പിടിച്ചു. അതാണ് അവർ പറഞ്ഞു കേട്ടില്ല. അവർ 4 വർഷം കേരളത്തിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഇതുവരെ വള്ളംകളി കാണാൻ പറ്റിയില്ല. പത്രത്തിൽ കണ്ടു, ഫോട്ടോ വെച്ചിട്ട് അപ്പം തന്നെ വണ്ടി പിടിച്ചിങ്ങ് വന്നു വള്ളംകളി കാണാനെത്തി. അങ്ങനെ എന്തൊക്കെ തരം മനുഷ്യന്മാരാ ഇത്. ഈ ഇവിടെ ഒരു ആവേശം കൂട്ടമുണ്ട്. കുറെ നേരമായി നോക്കുന്നു അല്ലേ? ഞങ്ങൾ ഇത്തവണ ഞങ്ങൾ പായിപ്പാടം വന്നിരിക്കുന്നത്, കുമരകം ടൗണോട്ട് വന്നിരിക്കുന്നത് PBC എന്ന് പള്ളാത്തുരുത്തി എന്ന ബോട്ട് ക്ലബിന്, ആ ബോട്ട് ടീമിനെ 4 സെക്കൻഡ് ഞങ്ങൾ പരാജയപ്പെടുത്തി പള്ളാത്തുരുത്തി എന്ന നാമം അടുത്ത 5 വർഷത്തെ KTPCയുടെ നാമം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി മാത്രമാണ് കുമരകം ടൗൺ ബോട്ട് ക്ലബ് പായിപ്പാടത്തെ പ്രതിനിധിയോട് വന്നിട്ട്. ഞാൻ അതിന്റെ ഷെയർ ഹോൾഡറാണ്. ഞങ്ങൾ എല്ലാവരും പായിപ്പാട്ടുകാരാണ്. ഇവിടെ നിരണങ്കാരുണ്ട്, കാർത്തി. പക്ഷെ അവരോടൊക്കെ കാര്യം പറയാനുള്ളൂ, ഇത്തവണ 2020 ട്രോഫി പായിപ്പാടത്തിന് മാത്രമാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ ട്രഡീഷണൽ ഫുഡൊക്കെ ഞങ്ങൾ ട്രഡീഷണൽ ഇവർ വന്നിരിക്കുന്നത് വിശപ്പിന് നല്ല ആശ്വാസം കിട്ടും. പാക്കറ്റ് അല്ല ശ്രീജ, ഒരു ചരുവ പോലത്തെ ഒരു പാക്കത്തിൽ സാധനമുണ്ട്. എന്തെന്നറിയാമോ? കപ്പ, കാച്ചിൽ, ഓണാട്ടുകാരുടെ സ്വന്തം സാധനം. സാധനം നോക്ക്, ഉണക്കമീൻ വറുത്തത്, ഒപ്പം തന്നെ മുളകിടിച്ചത്, ഉണക്കമീൻ ചമ്മന്തി. പണ്ടുള്ള ആൾക്കാർ പണ്ട് വള്ളങ്ങളിലേക്ക് പോകുമ്പോൾ ഇതോ ടേസ്റ്റ് ചെയ്ത് എന്റെ വൈഫിനാ അല്ല ശ്രീചേച്ചി, ഞങ്ങളൊരു കാര്യം അങ്ങോട്ട് തിരിച്ചു വെച്ചോട്ടെ. ചാനലിനോട് റിപ്പോർട്ടർ ചാനലൊക്കെ പല വള്ളത്തിനെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ഏത് വള്ളത്തിനെ സപ്പോർട്ട് ചെയ്യും? അപ്പൊ ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് ഇത്തവണ പായിപ്പാടിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ പായിപ്പാടിനെ സപ്പോർട്ട് വള്ളങ്ങളുടെ ഗാലറി എല്ലാവരുടെയും അല്ല ഞങ്ങളൊരു വഞ്ചിപ്പാട്ട് പാടും ഞങ്ങളുടെ പായിപ്പാടിനെ പറ്റി. പായിപ്പാടിനെ പറ്റിയല്ല, വഞ്ചിപ്പാട്ടെന്ന് പറയുന്നത് ചരിത്രമായിട്ടുള്ള ഒരു കരയുടെ അപ്പുറം ഇപ്പുറമാണ്. പക്ഷെ വള്ളംകളി കഴിയുന്നവരെ ഇവർ അങ്ങോട്ടും അച്ചിൻകോവിലാറിന്റെ കരയിലല്ലേ? രഹസ്യം പരിശോധന ഞങ്ങളുടെ 2 കൂട്ടരെ മനസ്സിലായി പള്ളാത്തുരി തോപ്പിക്കാൻ ഒരു കാര്യം സത്യമായിട്ടൊരു കാര്യം പറയാം. ജലചക്രവർത്തി കാര്യശത്താനാണ്. കാരണം എത്രയോ വർഷങ്ങൾ കൊണ്ട് ആ വള്ളമാണ് ജലചക്രവർത്തി തന്നെ. അത് തന്നെ ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ഈ എക്കുറി ഒരു നേടണമെന്നുള്ള ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടാകും. പക്ഷെ ഇക്കുറി ഞങ്ങൾ നേടുമെന്നുള്ള ആവശ്യത്തോടുകൂടി ഞങ്ങൾ വരുന്നത്. പക്ഷെ ഇക്കുറി ഞങ്ങൾ ഈ വഞ്ചിപ്പാട്ടോടുകൂടി ഇത്തവണ ഒരു വലിയ പ്രത്യേകതയുണ്ട്. പലതവണ ഞങ്ങൾ പറഞ്ഞു, പക്ഷെ ഒരിക്കൽ കൂടി കാരിച്ചാലുകാരെ സ്വന്തം ടീമുമായി വന്നിട്ടുള്ള ഒരു വള്ളംകളിയാണിത്. കാരിച്ചാലുകാരെ സംബന്ധിച്ച് ഇത്
അഭിമാന പോരാട്ടമാണ് അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങള് 16 വട്ടം നെഹ്റു ട്രോഫി നേടിയ ചുണ്ടനാണ്. നമ്മൾ സ്വന്തമായിട്ട് ഒരു ക്ലബ്ബ് ഉണ്ടാക്കി ഈ വർഷം നമ്മൾ ഈ ജലമേളയ്ക്ക് ഇറങ്ങുകയാണ്. നെഹ്റു ട്രോഫിയുടെ സ്വന്തം ക്ലബ്ബായ കാരിച്ചാൽ ഈ വർഷം മത്സരിക്കണം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് PBC പള്ളാത്തുരുത്തി, അതായത് തുടർച്ചയായ വിജയങ്ങൾ അത് ഒരു വള്ളംകളിയെ നശിപ്പിക്കുന്ന രീതിയിലാണ്. കൊടുക്കുന്നൊന്നുമല്ലല്ലോ, അവര് കളിച്ചു വാങ്ങുന്നല്ലേ, വാങ്ങുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ ഇപ്പൊ KCBC പോലെ അതുപോലെ കുമരകം ടൗൺ പോലെ പല ക്ലബ്ബുകൾ വരുന്നുണ്ടല്ലോ. അപ്പൊ തുടർ വിജയങ്ങൾ വരുമ്പോഴത്തേനും അത് നെഹ്റു ട്രോഫിയെ പോലുള്ള ഒരു കളി ഒരു അവസരമുണ്ട് കളിച്ച് തോൽപ്പിക്കും അങ്ങോട്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും ഈ നെഹ്റു ട്രോഫിയിൽ തുഴഞ്ഞ് എടുക്കും സമ്മതിക്കത്തില്ല. ഈ വിഷയത്തിൽ ഞങ്ങൾ ഏത് അഭിപ്രായം 2005, 2006, 2007 ഞങ്ങൾ ട്രോഫി എടുത്ത 2025, 2026, 2027 ഞങ്ങൾ ട്രോഫി എടുത്തിരിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ഈ ലോകം മുഴുവൻ നോക്കുന്ന ഒരു വള്ളംകളിയാണ്. എനിക്ക് പ്രിയപ്പെട്ട എന്റെ ഗവൺമെന്റ്, ഞാൻ ഉൾപ്പെടുന്ന ഒരു ഗവൺമെന്റാണ്, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘാടനം കുറച്ചുകൂടെ മുന്നോട്ട് നീക്കി ഡേറ്റ് അനൗൺസ് ചെയ്ത് ഒരുപാട് ഞാൻ ഇന്നലെ വന്നതാണ്. ഇതിനു വേണ്ടി മാത്രം 5 ദിവസത്തേക്ക് വന്നതാണ്. എന്നെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ആ ചാർട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ വള്ളംകളി കുറച്ചുകൂടെ 1500 രൂപ കൊടുത്ത് പാസ് വാങ്ങി വന്ന ആളുകൾ ഇരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. അതല്ല പ്രശ്നം. ഏറ്റവും കൂടുതൽ വിഷയം ഇതൊരു ബിസിനസ്സായി മാറി. മോള് മാറി മറ്റൊരു ദിശയിലേക്ക് പോരുന്നു. ഇതൊരു ബിസിനസ്സായി മാറി. കുട്ടനാട്ടിലെ ജലമേള എന്ന് പറയുന്ന കുട്ടനാട്ടിലെ കരക്കാര് വള്ളം തുഴഞ്ഞ് അവരവരുടെ കരക്കാരെ ജയിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു പണ്ടുള്ളത്. അതിപ്പോ ഒരു ചില ആൾക്കാരുടെ കയ്യിൽ ഒരു ബിസിനസ് ആയിട്ട് മാറിയത്. അതിപ്പോ നമ്മൾ കാലം തോറും മാറി വരും. ശരി നമുക്ക് എന്തായാലും ഈ ഫൈനലിൽ നിൽക്കുമ്പോ ഇല്ല, വഴി മാറുന്നില്ല. അതുകൊണ്ടാ ഇത് വള്ളംകളിയാണ്. പരാതികൾ നമ്മൾ പറയാനുള്ളത് പറഞ്ഞു. പൈസ തന്നിട്ടാണ് വള്ളം കൊണ്ടുപോകും. ഇപ്പൊ ഞങ്ങൾ പൈസ കൊടുത്തു. നമുക്ക് ഈ വള്ളംകളി തുടങ്ങാൻ നിൽക്കല്ലേ, നമുക്കൊരു ആവേശത്തെ ഒരു പാട്ട് പാടാം. വള്ളംകളി പാട്ട്, ഈ പായ്പാടിന് പാട്ട്